അകില്, കുന്തിരിക്ക, കുങ്കുമം, മാഞ്ചി, ഇത് അഷ്ടഗന്ധം. ഇതിട്ട് പുകച്ചു കഴിഞ്ഞാൽ ത്വക്ക് രോഗങ്ങളെല്ലാം പോവും. മനസ്സിലായോ? അത് കഴിഞ്ഞ് പുണ്യാഹം. പുണ്യാഹം നിങ്ങൾ ഈ കുടിക്കുന്നത് പോറ്റി ഒഴിച്ചെടുത്തില്ലേ? ഏലം, ഇലവങ്ങം, ഇലവങ്ങം, ജാതി, രാമച്ചം, ദർഭ, ദർഭ, ദർഭ അറിഞ്ഞൂടെ? നെല്ലിക്കൊക്കെ എടുക്കുന്നത്. കൊട്ട. നമ്മൾ ഓരോ ആചാരങ്ങൾക്കും എടുക്കുന്ന സാധനങ്ങളുണ്ടല്ലോ, അപൂർവ മരുന്നുകളാണ്. നിങ്ങൾക്ക് ആർക്കും അതാണ് അറിഞ്ഞുകൂടാത്തത്. അപൂർവങ്ങളിൽ അപൂർവ മരുന്നുകളാണ് നമ്മൾ ഈ എടുക്കുന്ന ഓരോ സാധനങ്ങളും. നിങ്ങളുടെ വീട്ടിൽ ദശപുഷ്പം ചുമ്മാ ഒന്നുമല്ല നടുന്നേ. ഒള്ളി ഒരു ദശപുഷ്പം ഉണ്ടെങ്കിൽ ഒരു ക്യാൻസർ നിങ്ങളുടെ വീട്ടിൽ വരൂല. ഒറ്റ ദശപുഷ്പം മാത്രം വീട്ടിൽ വന്നാൽ മതി. ഒരുമാതിരിപ്പെട്ട ഒറ്റ രോഗം നിങ്ങളുടെ വീട്ടിൽ വരൂല. അതിനാണ് കർക്കിടക മാസം ദശപുഷ്പം കഞ്ഞി വെച്ച് കുടിക്കുന്നത്. ഒറ്റ മരുന്ന് മതി നിങ്ങളുടെ വീട്ടിൽ. ഏത് രോഗത്തിനും കൊടുത്തോളൂ. പ്രഷറിന് വരെ കൊടുക്ക്. പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ എല്ലാത്തിനും കൊടുക്കും. ഒറ്റ സാധനം ദശപുഷ്പം. അത് ഞാൻ പറഞ്ഞത്. ഇതറിയാം എഴുതിക്കൊള്ളൂ. ദർഭ എഴുതിയ, കൊട്ടം, തക്കോലം. തക്കോലം അറിയോ? കച്ചോലല്ല, തക്കോലം. തക്കോലം എന്ന് പറഞ്ഞാൽ പൂവിനടക്കിരിക്കുന്ന മസാലക്കകത്തിരുന്നത് അറിയാമോ? അതൊരു 10 ഗ്രാം എടുത്തിട്ട് കന്നും നെയ്യിൽ മൂപ്പിച്ച് പൊടിച്ചിട്ട് 10-15 ഗ്രാം എടുത്ത് കന്നും നെയ്യിൽ മൂപ്പിച്ച് കഴിക്കാമെങ്കിൽ ഈ പൈൽസ് ഒരു 11 ദിവസം കൊണ്ട് അതൊന്ന് നേരെയായി കിട്ടും. തക്കോലം. പൈൽസിന് ശോധന ശരിയാവാത്തവർക്കും കൊള്ളാം. പൈൽസ്. തക്കോലം, ചന്ദനം, ഞവര. ഇതാണ് 9 കാര്യങ്ങൾ ഇട്ടിട്ട് കഷായം വെച്ച് ഭഗവാന്റെ പുറത്തൂടെ ഒഴിച്ച് അതെടുത്ത് കുടിക്കാമെങ്കിൽ ഒരുമാതിരിപ്പെട്ട രോഗങ്ങളെല്ലാം മാറാനായിട്ട് എന്ത് ചെയ്യാനാ? അതും നാട്ടുകാരും ഇവരെല്ലാവരും കൂടെ സമ്മതിച്ചില്ല. അതെങ്ങനെയാണെന്നറിയോ? ഇത് പണ്ട് ഭഗവാനെ സൃഷ്ടിച്ച് പണിത് വെച്ചിരുന്നത് കൂടുതലും നവപാഷാണത്തിനകത്തായിരുന്നു. നവപാഷാണം അറിയോ? നവപാഷാണം എന്ന് പറയുന്നത് സിദ്ധവൈദ്യത്തിലെ ഏറ്റവും വലിയ മരുന്ന്. അതിന്റെ പുറത്തൂടെ ഒഴിക്കുമ്പോ ഇതിനകത്തുനിന്നും കൂടെ ലയിച്ച് ഇങ്ങോട്ട് വരുമ്പോ ഏത് കുഷ്ഠം വരെ മാറിപ്പോവായിരുന്നു. അതിന് ഓരോ അമ്പലത്തിൽ പുതിയ പുതിയ പ്രതിഷ്ഠകൾ നടന്നു. അപ്പൊ പുതിയ പ്രതിഷ്ഠ അവിടെ പണിത് വെച്ചുകൊണ്ടാണ് ഇത് അടിച്ചോണ്ട് പോയി. ആമ്പിള്ളാർ ഇതെല്ലാം അടിച്ചോണ്ട് പോയി. ഒരു 1965-85 ഇടയ്ക്ക് ഈ കേരളത്തിലുള്ള സകല വിഗ്രഹവും പോയി. ഇപ്പൊ ഇരിക്കുന്ന എല്ലാം ഡ്യൂപ്ലിക്കേറ്റാ. അതുകൊണ്ടാണ് ഒരുമാതിരിപ്പെട്ട എല്ലാ പളനിയിലിരുന്നത്. അല്ല, എല്ലാ വിഗ്രഹമല്ല. ഓരോ ഏരിയയ്ക്ക് ഓരോ അമ്പലത്തിനും ഓരോ പ്രത്യേകത ഉണ്ടായിരുന്നു. മനസ്സിലായോ? ഈ പുതിയ പുതിയ പ്രതിഷ്ഠ നടന്നില്ലേ? പുതിയ പുനഃപ്രതിഷ്ഠ നടന്നിടത്ത് എല്ലാവർക്കും അന്ന് നടന്നിടത്ത് എല്ലാം ആമ്പിള്ളേർ അടിച്ചുകൊണ്ട് പോയി. വേണ്ട, ചെങ്ങന്നൂരിൽ അമ്പലമുണ്ടല്ലോ, ഒരു ദേവീക്ഷേത്രം. അവിടെ പോയിട്ട് മഞ്ഞൾ അഭിഷേകം ചെയ്ത് കഴിഞ്ഞാൽ സ്ത്രീകൾ ഗർഭിണിയല്ലാത്തവർ ഗർഭിണിയാവും. എന്തേ ചരിത്രമെന്നറിയോ? അഞ്ജനക്കല്ലിന്റെ മൂർത്തി അവിടെ ഇരിക്കുന്നേ. അതിനോടത്ത് നിങ്ങൾ പോയി ഒഴിക്കുന്ന മഞ്ഞള് അത് ലയിച്ച് കഴിയുമ്പോൾ ഗർഭപാത്രം വൃത്തിയായി അവർക്ക് കുട്ടിയുണ്ടാവും. ആ തരത്തിലായിരുന്നു ഓരോ അമ്പലം പണിത് വെച്ചത്. അതൊക്കെ ആമ്പിള്ളേർ അടിച്ചുകൊണ്ട് പോയി. ഇപ്പൊ അവിടെയൊക്കെ നമുക്ക് എന്നിട്ട് ചെമ്പും പിത്തള കൊണ്ട് വെച്ചിരിക്കുന്ന ചെമ്പിന്റെ പുറത്തൂടെ ഓട്ടുപാത്രത്തിന്റെ പുറത്തൂടെ നെയ്യ് അഭിഷേകം ചെയ്തു കഴിഞ്ഞാൽ അവൻ വിഷമാത്. അല്ല, ഓട്ടുപാത്രത്തില് 24 മണിക്കൂർ നെയ്യെടുത്ത് വെച്ച് കൊടും വിഷമാണ്. അപ്പൊ നിങ്ങളിപ്പോ കൊണ്ടുവന്നിട്ട് ഓട് വിഗ്രഹത്തിന്റെ പുറത്തൂടെ കൊണ്ടുവന്ന് നെയ്യഭിഷേകം കഴിച്ചാൽ വെച്ച് നിങ്ങൾ എന്തോ ചെയ്യാനാ പോകുന്നവിടെ? ഞാൻ ഒന്നിന്റെ കാര്യമല്ല ഞാൻ പറയണേ. ഓരോ അമ്പലത്തിലും ഓരോന്നാണ്. ഓരോ അമ്പലത്തിനും ഓരോ പ്രത്യേകത ഉണ്ടായിരുന്നു. തിരുവിഴ അമ്പലത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഛർദ്ദിച്ചു കഴിയുമ്പോൾ കഴിഞ്ഞാൽ അവന്റെ വയറ് വൃത്തിയാവും. അതിന് പറയുന്നത് എന്താണ്? അവന് കൊടുത്തിരുന്ന ഈ കൈവിഷം ഛർദ്ദിച്ച. പിന്നെ അങ്ങനെ ഓരോരുത്തർ ഓരോന്നുണ്ട്. പിന്നെ ഞങ്ങള് മറ്റൊരോട്ട് അമ്പലത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു താളുകറിയുണ്ട്. അത് വയറ് വൃത്തിയാക്കി തരും. എവിടെ ചെന്നാലും ചെയ്യുന്നതിന് അവസാനം വരുമ്പോൾ വയറല്ല വരുന്നത്. അപ്പൊ എല്ലാ രോഗങ്ങളുടെയും മരുന്ന് എവിടെയാണ് ഇരിക്കുന്നത്? വയറ്റിലായിരിക്കുന്നത്. ആ വയറൊന്ന് നേരെ കൊണ്ടുപോകാനാണ് നമ്മൾ ഇത്രയും കിടന്ന് ഈ പാടുപെടുന്നത്. ആദ്യമല്ല മരുന്നോ മന്ത്രങ്ങളോ അല്ല ഇവിടെ വേണ്ടുന്നത്. ഏത് രോഗത്തിന്റെയും ബേസിക് എന്ന് പറയുന്നത് എന്തായിരുന്നു? അതിനെ പഠിക്കുക,
അതാണ് നമുക്ക് വേണ്ടുന്നത്. അങ്ങനെ എല്ലാ അമ്പലങ്ങളിലും എല്ലാ ഇടത്തും കൊണ്ടുപോയിട്ട് ലാസ്റ്റ് നമ്മളിപ്പോ ഈ പരുവത്തിലെത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഞാൻ നിങ്ങളോടൊരു അപേക്ഷയുണ്ട്. അമ്പലത്തിൽ പോകുമ്പോൾ ആരും ഇല്ലാത്ത സമയം നോക്കി അടച്ചിറക്കുമ്പോൾ പോയാലും വേണ്ടില്ല, ഭഗവാൻ നമ്മളെ കാണാം. കാരണം ഈ കാരണം മോണോശയോട് സ്തുതിക്കാൻ പോകാൻ അത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇതൊരു ഭയങ്കര ഒരു ഇതൊക്കെ അമ്പലം പിന്നെ പച്ചമരുന്ന് കളിച്ചെന്ന് പറയുന്നത് അറിയോ? അമ്പലത്തിലേക്കാണ് ഏറ്റവും കുറഞ്ഞത് കമ്മീഷൻ ചെന്നിട്ടാണ്. മനസ്സിലായോ? ഏറ്റവും കുറഞ്ഞ സാധനമാണ് ഭഗവാനുള്ളത്. എന്നാൽ നമ്മുടെ സംസ്കാരം എങ്ങനെയാണ്? ഏറ്റവും നല്ലത് ഭഗവാന് കൊടുക്കണമെന്നാണ്. അല്ല, ഞാവലിന്റെ പഴം തന്നെ രാമന് കൊടുക്കാനായിട്ട് അവന്റെ കൂട്ടുകാരൻ എന്താ ചെയ്ത് തിരിച്ചിട്ട് കടിച്ചു നോക്കുമായിരുന്നു. മധുരം ഉണ്ടെങ്കിൽ മാത്രം പുള്ളിക്ക് കൊടുക്കുമായിരുന്നു. അത്രത്തോളം നമ്മളെ പഠിപ്പിച്ച നമ്മള് ഏറ്റവും വൃത്തികെട്ടത് മാത്രം ഇപ്പൊ ഭഗവാന് കൊടുക്കുന്നു. അത് മാറ്റിയെടുക്കണമെങ്കിൽ നമ്മുടെ മനസ്സിൽ നിന്ന് വേണം ആദ്യം ഇറങ്ങാൻ. എല്ലാത്തിനും തുടക്കം എവിടുന്ന് തുടങ്ങുക? മനസ്സിൽ നിന്നായിക്കോട്ടെ. ആദ്യം ഇന്ന് പോലെ ഇത്രയെങ്കിലും നിങ്ങൾ വിളക്കത്തിക്കുമ്പോൾ ഒരു തിരി കത്തിച്ചാൽ മതി. ഇച്ചിരി നല്ലെന്ന് മേടിക്കുക. ഒറ്റ തിരി, വേറൊന്നും വേണം. വിളക്ക് കത്തിക്കുമ്പോൾ അതിന്റെയൊക്കെ ഭാവനയും ദശപുഷ്പത്തിന്റെ ഭാവനയും ഇതെല്ലാം ഈ ദശപുഷ്പം ഉണ്ടാക്കി വെച്ചിരുന്നില്ലേ? ദശപുഷ്പം ഒന്ന് ആ ദശപുഷ്പം കൂടെ എഴുതി എന്നിട്ട് നമുക്ക് കത്തിയിടും. അതും ആയുർവേദം തന്നെയാണ്. ദശപുഷ്പം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഒരുമാതിരിപ്പെട്ട സകല രോഗങ്ങളും വീട്ടിൽ നിന്ന് പോയി. അതിനാണ് നായന്മാര് തിരുവാതിര കളിക്ക് ദശപുഷ്പം ചൂടിയാണ് ഈ കളി കളിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അതെങ്ങനെ പോയെന്നറിയോ? അവരുടെ കയ്യിൽ നിന്ന് ഈ സാധനം പോയി. അത് നമ്മുടെ കലിയുഗത്തിന്റെ ഏറ്റവും വലിയ കുഴപ്പമായിട്ട് പോയത്. എന്താ പറയുന്നത്? അതിനകത്ത് ആ മുയൽച്ചെവിയം വന്നതായി കുഴപ്പമല്ല ഉണ്ടായത്. ദശപുഷ്പത്തിനകത്തൊരു മുയൽച്ചെവിയുണ്ട്. ഈ മുയൽച്ചെവിയം ചൂടുമ്പോ അപ്പൊ ഈ ഓരോന്നും തലയിലോട്ട് ചൂടുമ്പോ ഇതിന് ഓരോന്നും പറയണം. അറിയോ? അപ്പൊ കറുക ചൂടുമ്പോ പറയും ആദ്യത്തെ കറുകയാണ്. കറുക ചൂടുമ്പോ എന്താ പറയണേ? കറുകയുടെ ഭഗവാനാണ് എഴുതിക്കൊള്ളു. കറുക ആദ്യത്തെ ഒന്ന്